ഹായ് ഫ്രണ്ട്സ്, കിളിക്കൂടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പോട്ടി ഫ്രൈ ആണ് കേട്ടോ. ഇത്തിരി പാടുള്ള പണിയാണ് കേട്ടോ ഈ പോട്ടി വൃത്തിയാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് കടയിൽ പറഞ്ഞാൽ പൊളിച്ച് കിട്ടും, നല്ല വെളുത്ത കളറിൽ കിട്ടും. ഇത് പോത്തിൻ്റെ പോട്ടി തന്നെയാണ് വാങ്ങിയത്. ഇത് ഞാൻ ഇവിടെ നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും 1 സ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് 1 മണിക്കൂർ മാറ്റി വയ്ക്കണം. സവോള ഒരു 5 എണ്ണം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇവിടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലക്കൂട്ടുകൾ: മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. പോട്ടി ഞാനിവിടെ നല്ല കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ പകുതി അതിലേക്ക് ചേർത്തെടുക്കാം. ചെറിയ ഉള്ളി മൊത്തം ചേർക്കാം. പച്ചമുളകും ഇഞ്ചിയും തേങ്ങാക്കൊത്തും എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിൽ നിന്ന് കുറേശ്ശെ വീതം ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഇവിടെ മിക്സ് ചെയ്യാൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേഗം വെക്കാം. ഒരു 6-7 വിസിലെങ്കിലും അടിച്ചാലും ഇത് നല്ലതുപോലെ വേഗത്തുള്ളൂ. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക്, ഇതെൻ്റെ റോക്കറ്റ് അടുപ്പാണ് കേട്ടോ, ഇതിലാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. റോക്കറ്റ് അടുപ്പിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ടു. നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി സവോള അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. സവോള ഒത്തിരി അങ്ങ് വഴണ്ട് പോകണ്ട, അത് കുറച്ച് ഇതുപോലെ ഇത്രയൊക്കെ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളും കൂടെ ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
വെച്ചിരിക്കുന്ന പോട്ടി കൂടി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. സവോള അത്രയും ഫ്രൈ ചെയ്താൽ മതിയെന്ന് പറഞ്ഞത്. പോട്ടി അതിനകത്ത് കിടന്ന് നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ സവോളയും അതിൻ്റെ കൂടെ മുരിഞ്ഞു കിട്ടും. അതാ നമ്മുടെ പോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.